ദൈവം എത്ര മനോഹാരിതമായിട്ടാണ് നമ്മളെ സൃഷ്ടിച്ചത്. ദൈവം എത്ര മനോഹാരിതയോടെയാണ് സൃഷ്ടിച്ചത്. നമ്മളെല്ലാവരും ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കണം എന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഉൽപ്പത്തിയിൽ പറഞ്ഞതുപോലെ ഉണ്ടാവട്ടെ ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവം ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചു. വൃക്ഷലലാദികളെ മുളപ്പിച്ചു. അതത് തരം വിത്തുകൾ മുളച്ചു വന്ന് അതിന് പേരിട്ടത് ആദത്തെ കൊണ്ടാണ്. ദൈവം തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും മനുഷ്യനെ ഉണ്ടാക്കി. മൂക്കിലേക്ക് ശ്വാസം ഊതിക്കൊടുത്ത് ജീവനുള്ള ദേഹിയായി വന്നു. ആ ഏദൻ തോട്ടത്തിൽ സകല മനുഷ്യന് കഴിക്കാനുള്ള എല്ലാം ദൈവം സൃഷ്ടിച്ചു. ഈ ഭൂമിയിൽ സകലതും ദൈവം സൃഷ്ടിച്ചു. അതിന് പേരിട്ടത് ആദത്തിനെ കൊണ്ടാണ്. ആദത്തിനെ വീണ്ടും ഗാഢനിദ്രയിലാക്കിക്കൊണ്ട് വാരിയെല്ലി എടുത്ത് സ്ത്രീയെ സൃഷ്ടിച്ചു. അവർക്ക് ദൈവം അവിടെ വിവാഹം ദൈവം ആ ഏദൻ തോട്ടത്തിൽ നടത്തിക്കൊടുത്തു. ഇന്ന് മനുഷ്യൻ ഒരു യന്ത്രം പോലെ പോവുകയാണ്. മനുഷ്യൻ്റെ ഈ യാത്ര എങ്ങോട്ടാണെന്ന് പലർക്കും നിശ്ചയമില്ലാതെ ഓടുന്നു. ഇന്നത്തെ സംഭവങ്ങൾ പലതും ടി വിയിലൂടെയും പേപ്പറിലൂടെയും കാണുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഒന്ന് നാം ഭയപ്പെടണം. ദൈവത്തെ ഭയമില്ലാതെ അനേകം മക്കൾ ഈ ഭൂമിയിലൂടെ സഞ്ചരിക്കുന്നു. എന്നാൽ ദൈവഭയമുള്ളവർ അവർ സ്വസ്ഥമായി ഭക്ഷിക്കുകയും സ്വസ്ഥമായി പ്രാർത്ഥിക്കുകയും അവർ ദൈവത്തിന് വില കൊടുത്തുകൊണ്ട് അല്പമാണ് കിട്ടുക ചെയ്യുന്നെങ്കിൽ അതിൽ സന്തോഷത്തോടെ അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നു. ഈ ഭൂമിയിൽ നിറച്ചും ഓക്സിജൻ നിലനിൽക്കുകയാണ്. എല്ലാ ഓക്സിജനും കൂടി മനുഷ്യൻ മൂക്കിലേക്ക് വലിക്കുന്നില്ല. ഒരു തരി മാത്രമാണ് മനുഷ്യൻ്റെ മൂക്കിലേക്ക് ഇത് കടത്തിവിടുന്നത്. ഇത് എവിടെയെങ്കിലും ഒരു തടസ്സം വന്നു കഴിഞ്ഞാൽ ആ മനുഷ്യന് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടുകയാണ്. അപ്പോൾ നമ്മൾ ദൈവത്തിന് വില കൊടുത്തേ മതിയാവും. ഈ ഭൂമിയിൽ മനുഷ്യൻ എന്തെല്ലാം നേടിയാലും ഇതെല്ലാം വിട്ടുപോകുന്നൊരു സമയമുണ്ട്. അത് ഒരു യഹോഭക്തനെ തിരിച്ചറിയുകയുള്ളൂ. നമ്മളെല്ലാവരും ഇവിടെ പരദേശികളാണ്. നമുക്കിവിടെ നിലനിൽക്കുന്ന ഒരു നഗരമില്ല. നമ്മൾ ഈ ഭൂമിയിൽ എന്തെല്ലാം നേടിയാലും നമ്മുടെ നാളെ തലമുറകൾ ഇത് സൂക്ഷിക്കുമോ ഇല്ലയോ എന്ന് ആർക്കും നമുക്ക് പറയാൻ പറ്റുകയില്ല. എന്നാൽ ഒന്ന് പറയാം, ദൈവത്തെ ഭയപ്പെടുന്നവനാരോ അവൻ നടക്കേണ്ട വഴി ദൈവം കാണിച്ചു കൊടുക്കും. തലമുറകളെ നന്നായ രീതിയിൽ വളർത്തുന്ന മാതാപിതാക്കൾക്ക് ദുഃഖിക്കേണ്ടി വരികയില്ല. അവർ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാലും മക്കൾ എല്ലാം ഭംഗിയായി കൃത്യമായി ചെയ്യും. ദൈവത്തെ ഭയപ്പെടുമെന്ന് അവർക്ക് നല്ല ദൃഢനിശ്ചയമുണ്ട്. ഇന്ന് അനേകം കുടുംബങ്ങളിൽ ഒത്തിരി സമ്പാദ്യങ്ങളുണ്ട്, തലമുറകളില്ല. ചില കുടുംബങ്ങളിൽ മക്കൾ വിദേശത്താണ്. ചില കുടുംബങ്ങളിൽ മാതാപിതാക്കൾ മക്കളെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി അവർക്ക് ഉന്നത വിദ്യാഭ്യാസം കൊടുത്ത് അവരിന്ന് വൃദ്ധമന്ദിരത്തിൽ കിടക്കുന്നു. മക്കൾ അവിടെ നിന്ന് സുഖമായി ജീവിക്കുന്നു. അവരെ തിരിഞ്ഞു നോക്കാത്ത മക്കളുണ്ട്. അവർ പറയും, ഞങ്ങളുടെ മക്കൾ ഞങ്ങളെ വില കൂടിയ കാറിൽ കൊണ്ടു നടക്കണമെന്നോ നല്ല ഭക്ഷണം തരണമെന്നോ നല്ല വസ്ത്രം തരണമെന്നല്ല ആഗ്രഹിക്കുന്നത്. അവരോടൊപ്പം ഇരുന്ന് അല്പം കഞ്ഞിയാണെങ്കിലും പയറാണെങ്കിലും കുടിക്കണമെന്ന് എത്രയോ കേടുന്ന മാതാപിതാക്കൾ വൃദ്ധമന്ദിരത്തിൽ കിടക്കുന്നു. ചില ഭവനങ്ങളിൽ മക്കൾ മദ്യപാനിയും ഡ്രഗ്സിനടിമയായിട്ട് മാതാപിതാക്കൾക്ക് തലവേദനയായി അവർ സമ്പാദിച്ച് വെച്ചിരിക്കുന്ന സ്വത്ത് മക്കൾ ദൂർത്തടിച്ച് കളയുന്നു. ഇങ്ങനെ എത്ര കുടുംബങ്ങൾ കണ്ണുനീരിലൂടെ കടന്നു പോകുന്നു. എന്നാൽ ഒരു യഹോഭക്തനെ സംബന്ധിച്ച് പറയാൻ കഴിയും, അവിടുന്ന് മക്കൾക്ക് ഈ ഭൂമിയിൽ കുറേ സ്വത്തുക്കൾ ഞങ്ങൾ കൊടുത്തില്ലെങ്കിലും ഉന്നത വിദ്യാഭ്യാസം കൊടുത്തില്ലെങ്കിലും
നല്ല വാഹനങ്ങൾ അവർക്ക് സമ്മാനിച്ചില്ലെങ്കിലും ഞങ്ങൾ യേശുവിനെ കാണിച്ചു കൊടുത്തു. യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സ്നാനപ്പെട്ട സഭയോട് ചേർന്നാൽ എങ്ങനെ ജീവിക്കണമെന്ന് അവരെ പഠിപ്പിച്ചു കഴിഞ്ഞു. അപ്പോൾ യേശു ദൈവമാണ്. 2000 വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമിയിലേക്ക് മറിയത്തിലൂടെ കടന്നു വന്ന യേശു, ഒരു തെറ്റും ചെയ്യാത്ത യേശുവിനെ ക്രൂശിൽ തറച്ചു. യേശു അതെല്ലാം സഹിച്ചു. ഉൽപ്പത്തിയിൽ മനുഷ്യൻ്റെ ആദത്തിൻ്റെ ഹവ്വയുടെ അനുസരണക്കേട് മൂലം ഒരു യാഗത്തിനോ ഒരു കുറുപ്രാവിനോ ഒരു കാളക്കൂറ്റനോ ഒന്നും ആ പാപം കളയുവാൻ സാധിച്ചില്ല. അവസാനം യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നു, ജഡാവതാരമെടുത്തു. ഇന്ന് യേശുക്രിസ്തു മരണടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് പിതാവിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു. ഇനി കർത്താവിൻ്റെ വരവ് മേഘപ്രത്യക്ഷതയിലാണ് തൻ്റെ വിശുദ്ധരെ ചേർക്കുവാൻ. ഇന്ന് പലതും ആൾ ദൈവങ്ങളായി കളിക്കുന്നു. അവർ വില കൊടുത്തിട്ടില്ല. പലരും ആൾ ദൈവങ്ങളായി മനുഷ്യനെ കബളിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. എന്നാൽ വില കൊടുത്തത് യേശുവാണ്. ദൈവത്തെ ഉണ്ടാക്കാൻ ആർക്കും സാധ്യമല്ല. യേശുവാണ് ദൈവം. അതുകൊണ്ട് ഈ ഭൂമിയിൽ യേശുവിനെ സ്വീകരിക്കുന്നവർക്ക് അനുഗ്രഹമായ ജീവിതം തരുവാൻ സർവശക്തനായ ദൈവം എല്ലാവരെയും എന്നെ അനുഗ്രഹിച്ചതുപോലെ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുകയാണ്. നീ എൻ സ്നേഹമാ, നീ എൻ ജീവനാ, നീ എൻ സ്വന്തമാണ് യേശുവേ. നീ എൻ സ്നേഹമാ, നീ എൻ ജീവനാ, നീ എൻ സ്വന്തമാണ് യേശുവേ. നീ തന്ന രക്തവും നീ തന്ന മാംസവും നീ തന്ന പ്രാണനും ശ്രേഷ്ഠമേ. നീ തന്ന രക്തവും നീ തന്ന മാംസവും നീ തന്ന പ്രാണനും ശ്രേഷ്ഠമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ നാഥനേ. നിൻ ക്രൂശിലെ ത്യാഗമെൻ ഭാഗ്യമായി മാറി. നീ ഏറ്റ കഷ്ടങ്ങളോ എന്നെ ശ്രേഷ്ഠനാക്കി മാറ്റി. നിൻ ക്രൂശിലെ ത്യാഗമെൻ ഭാഗ്യമായി മാറി. നീ ഏറ്റ കഷ്ടങ്ങളോ എന്നെ ശ്രേഷ്ഠനാക്കി മാറ്റി. നീ ചുമന്ന നിന്ന എന്നെ മാന്യനാക്കി മാറ്റി. ആ നൊമ്പരങ്ങൾ എന്നിൽ ആനന്ദമായി മാറി. നീ ചുമന്ന നിന്ന എന്നെ മാന്യനാക്കി മാറ്റി. ആ നൊമ്പരങ്ങൾ എന്നിൽ ആനന്ദമായി മാറി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ നാഥനേ. നീ എൻ സ്നേഹമാ, നീ എൻ ജീവനാ, നീ എൻ സ്വന്തമാണ് യേശുവേ.